മധുവിന് ശേഷം വീണ്ടും പാലക്കാട് ആൾക്കൂട്ട വിചാരണ. സ്ഥലം മാറിയെത്തിയ ഇതര സംസ്ഥാന തൊഴിലാളിയെ മണിക്കൂറുകളോളം മർദ്ദിച്ചു. രക്തം വാർന്നു കിടന്ന രാംനാരായണനെ പോലീസ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ആൾക്കൂട്ട വിചാരണയിൽ പോലീസ് 5 പേരെ അറസ്റ്റ് ചെയ്തു. സമാനതകളില്ലാത്ത ആൾക്കൂട്ട വിചാരണയാണ് പാലക്കാട് നടന്നത്. ഒരാഴ്ച മുൻപാണ് ഛത്തീസ്ഗഡ് സ്വദേശി രാംനാരായണൻ തൊഴിൽ തേടി പാലക്കാട് എത്തിയത്. ബുധനാഴ്ച വാളയാറിലേക്ക് ഇൻഫ്രാ പാർക്കിൽ ജോലിക്കായി പോകവെ വഴിതെറ്റി അട്ടപ്പളത്തെത്തി. സംശയാസ്പദമായ സാഹചര്യത്തിൽ രാംനാരായണനെ കണ്ടെന്നാരോപിച്ച് തൊഴിലുറപ്പ് തൊഴിലാളികൾ പ്രദേശത്തെ യുവാക്കളെ വിവരം അറിയിച്ചു. സ്ഥലത്തെത്തിയ നാട്ടുകാരുടെ ഒരു സംഘം മോഷ്ടാവെന്നാരോപിച്ചാണ് പൊതുവിചാരണ നടത്തിയത്. ഭാഷ പോലും കൃത്യമായി അറിയാത്ത രാംനാരായണനെ മണിക്കൂറുകളോളമാണ് മർദ്ദിച്ചത്. രാംനാരായണനെതിരായ മോഷണാരോപണം തള്ളിയ കുടുംബം ഭാര്യയും കുട്ടികളും അടങ്ങിയ കുടുംബത്തെ പോറ്റാനാണ് തൊഴിൽ തേടി പാലക്കാട് എത്തിയതെന്ന് വ്യക്തമാക്കി. രാംനാരായണന് നീതി ലഭിക്കണമെന്ന് ബന്ധു കൂടിയായ ശശികാന്ത് ഭാഗേൽ ആവശ്യപ്പെട്ടു. वो लड़का मेरा कजिन ब्रदर है, बड़ा भाई है मेरा. 4 दिन पहले यहाँ आया था काम करने के लिए. उसका कोई क्रिमिनल रिकॉर्ड नहीं है. आप वहाँ हमारे थाना में पता कर सकते हैं छत्तीसगढ़ में. उसका कोई क्रिमिनल रिकॉर्ड नहीं. बड़ा सीधा आदमी है. ड्रिंक करता है, वही उसकी कमी है. बाकी सीधा आदमी है. कोई लड़ाई झगड़े या मारपीट ऐसा कोई नहीं. सीधा आदमी, अच्छा आदमी है. മർദ്ദനത്തിനൊടുവിൽ കള്ളനല്ലെന്ന് തിരിച്ചറിഞ്ഞതോടെ രാംനാരായണനെ റോഡരികിൽ ഉപേക്ഷിച്ച് സംഘം മുങ്ങി. രക്തം വാർന്നു കിടന്ന ഇയാളെ പോലീസാണ് ആശുപത്രിയിൽ എത്തിച്ചത്. ആശുപത്രിയിലേക്ക് മാറ്റുന്നതിനിടെ കുഴഞ്ഞു വീണ രാംനാരായണൻ ചികിത്സയിലിരിക്കെയാണ് മരിച്ചത്. ആൾക്കൂട്ട വിചാരണയിൽ 15 പേർക്കെതിരെ കേസെടുത്ത പോലീസ് 5 പേരെ അറസ്റ്റ് ചെയ്തു. അട്ടപ്പള്ളം സ്വദേശികളായ അനു, പ്രസാദ്, മുരളി, അനന്തൻ, ബിബിൻ എന്നിവരാണ് അറസ്റ്റിലായത്. കൊലപാതക കുറ്റം ചുമത്തിയാണ് കേസെടുത്തത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചതിനു ശേഷം കൂടുതൽ പേരെ പ്രതി ചേർക്കുമെന്ന് പോലീസ് അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.